എക്സാം പാസ്സായത് എന്റെ മാത്രം എടുക്കൊണ്ടല്ലോ, അതിന്റെ ക്രെഡിറ്റ് ഒരാൾക്ക് കൂടി അവകാശപ്പെട്ടതാ. അല്ലേ രാജു? അങ്ങനെ ഒരാളുണ്ടോ? അതാരാ മാഡം? ആ ആളിന് ഞാനിപ്പോ സ്വീറ്റ്സ് കൊടുക്കുന്നതായിരിക്കും. ഏതൊരു വിജയത്തിനു പിന്നിലും വലിയൊരു പ്രേരണ ശക്തി ഉണ്ടാവും. അതെപ്പോഴും അംഗീകരിക്കപ്പെട്ടെന്ന് വരില്ല, തിരിച്ചറിയുക പോലും ചെയ്യില്ല. പക്ഷെ ഞാനത് തിരിച്ചറിഞ്ഞു. രാജു, അല്ല സർ, ഋതിക മാഡമാണ്. രാജു, സ്വന്തം വിജയത്തിനു വേണ്ടി ഒരാൾ കഠിനാധ്വാനം നടത്തുന്നത് സ്വാഭാവികമാണ്. കാരണം ആ വിജയം അയാളുടേതാണ്, അയാളുടേത് മാത്രമാണ്. പക്ഷെ മറ്റൊരാളുടെ വിജയത്തിനു വേണ്ടി ഒരാൾ അർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുകയും അവരെന്നെ വിജയത്തിലെത്തിക്കുകയും ചെയ്യുമ്പോൾ വിജയിക്കാൾ അഭിനന്ദനം അർഹിക്കുന്നത് ആ രണ്ടാമനാണ്. നിന്നെക്കുറിച്ച് എനിക്കുള്ള അഭിമാനം വീണ്ടും കൂടിയ രാജു. സർ, ഇതിൽ എനിക്കൊരു റോളും ഇല്ല സർ. എല്ലാം ഋതിക മാഡത്തിന്റെ മിടുക്ക. വലതു കൈയുടെ ദാന ഇടതു കൈ പോലും അറിയേണ്ടതാണ് മഹാന്മാര് പറയുന്നത്. നീയും അങ്ങനെ തന്നെ പറയണം. അത് നിന്റെ നന്മ. അച്ഛാ, ഋതികയുടെ റിസൾട്ട് വന്നു. എന്തായി? നല്ല മാർക്കുണ്ട്. പരീക്ഷ ജയിച്ചിട്ട് വിവാഹം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആ തടസ്സവും തീർന്നു. ഞാനൊന്ന് പ്രതാപനെ വിളിക്കട്ടെ. ഓക്കെ അച്ഛാ. പരമേശ്വര, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിരിക്കായിരുന്നു. അതിനിടയ്ക്ക് ഇവിടെ ചില സെലിബ്രേഷൻസ്. ഞാൻ അറിഞ്ഞു. മോൾക്ക് നല്ല മാർക്കുണ്ടല്ലേ? അതെ. ഇനി ഏതായാലും വിവാഹകാര്യം ആലോചിക്കാം. അത് പറയാൻ വേണ്ടി കൂടിയാ ഞാനിപ്പോ വിളിച്ചത്. കഷ്ടപ്പെട്ടും കാണാതെ പഠിച്ചും പരീക്ഷ എഴുതിയത് ഞാൻ, നല്ല മാർക്ക് വാങ്ങി ജയിച്ചതും ഞാൻ. എന്നിട്ടിപ്പോ പ്രശംസ മുഴുവൻ രാജുന്. അച്ഛന്റെ കയ്യിന്ന് സ്വീറ്റ്സ് കിട്ടിയത് രാജുന്. മറ്റുള്ളവർക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് ഒന്നോടെ സ്വന്തം ആക്കല്ലേ രാജു. നിന്നെ കൊണ്ടത് താങ്ങൂല, പറഞ്ഞേക്കാം. അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. ക്രെഡിറ്റേ അങ്ങനെ ഒറ്റയ്ക്ക് എടുക്കണ്ട. എന്നെ പോലൊരു ട്യൂഷൻ മാഷിനെ കിട്ടിയതുകൊണ്ടാ ഇങ്ങനെ ജയിക്കാൻ കഴിഞ്ഞത്. രാജു, നീ ചൂടാവല്ലേ മാഡം. മാഡത്തിന്റെ ബ്രില്യൻസി എനിക്കല്ലേ അറിയാവൂ. പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷൻ, അതാണ് മാഡത്തെ തോൽപ്പിച്ചിരുന്നത്. അങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ കോൺസെൻട്രേഷൻ പോവും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാഡത്തിന് ആത്മവിശ്വാസവും കോൺസെൻട്രേഷനും ഞാൻ ഉണ്ടാക്കി. അത്രേ ഞാൻ ചെയ്തുള്ളൂ. ഈ വിജയം എന്റെ ഋതിക മാഡത്തിന് 100%. കൺഗ്രാറ്റുലേഷൻസ് മാഡം. ജയിച്ചത് ഞാനാണെങ്കിലും ജയിപ്പിച്ചത് രാജുവാ. താങ്ക്സ് രാജു. രാജു, പരമേശ്വരനെ വിളിച്ചത്. പരീക്ഷ ജയിച്ചല്ലോ, ഇനി വിവാഹമാകാം. രാജു, വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ കുറേശ്ശെ ആരംഭിക്കാം. ശരി സർ.
പൂർണ്ണചന്ദ്രനെ കണ്ണെടുക്കാതെ നോക്കി നിന്നാൽ എല്ലാത്തിനുമുള്ള ഉത്തരം മോള് കാണും. ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനായി അശ്വിൻ തെളിഞ്ഞു വരുന്നത് കാണാന്നേ. മോള് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയെപ്പോലും പൂർണ്ണചന്ദ്രനിൽ മോൾക്ക് തെളിഞ്ഞു കാണാനാവും. അങ്ങനെ തെളിയുന്ന മുഖം ആരുടേതായാലും യാതൊരു കാരണവശാലും ജീവിതത്തിൽ നിന്നും അവരെ അകലെ ആകരുത്. ദൈവമേ, എന്തൊക്കെയാ എനിക്ക് വരുന്ന മാറ്റങ്ങൾ? എനിക്ക് തന്നെ അതങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ചന്ദ്രഭഗവാനെ, എന്താ നീ എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? സ്നേഹവും സന്തോഷവും കൊതിക്കുന്ന എനിക്ക് ഇനിയുള്ള കാലത്തെങ്കിലും അത് ലഭിക്കുമോ? ഈ ജീവിതത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്നത് എന്റെ അച്ഛനെയാ. അമ്മയെ കണ്ടിട്ടില്ലാത്ത എനിക്ക് എല്ലാം അച്ഛനാ. ആ അച്ഛനെ തന്നെ കാഴ്ചയിൽ കൊണ്ടുവന്നതിന് ഭഗവാനെ നിനക്ക് 100 നന്ദി. ഈ കാണുന്നത് എന്റെ കാണപ്പെട്ട ദൈവമാണ്, എന്റെ അച്ഛൻ. ഇനി എനിക്ക് എന്റെ മനസ്സിലുള്ള പുരുഷനെ കാണണം. ഇനിയുള്ള ജീവിതത്തിൽ എനിക്കൊപ്പം വരുന്ന പുരുഷൻ. ദൈവമേ, എനിക്കിനിയുള്ള പ്രാർത്ഥനകളെല്ലാം എന്റെ മകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ്. ഇന്നവൾ വിവാഹപ്രായമായ യുവതിയാണ്. ദേവ, ശുഭമാംഗല്യവും നെടുമാംഗല്യവും അവൾക്ക് നൽകി അനുഗ്രഹിക്കണേ. ഏറ്റവും സ്നേഹനിധിയായ ഒരു പുരുഷനോടൊപ്പം ജീവിതാന്ത്യം വരെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം അവൾക്കുണ്ടാകണേ. രാജു, ഇനിയിപ്പോ എന്റെ മനസ്സിലുള്ളത് രാജു ആണോ? രാജു എന്റെ മനസ്സിൽ ഇടം പിടിച്ചതുകൊണ്ടാണോ ചന്ദ്രനില് ഞാൻ രാജുവിനെ കണ്ടത്? ഋതിക, മഹാപൗർണമി ദർശിച്ചോ? എന്താ കണ്ടില്ലേ ചന്ദ്രൻ ചിരിച്ചു നിൽക്കുന്ന? എന്നിട്ട് ആരുടെ മുഖ കണ്ടത്? കണ്ടതെന്റെ അച്ഛന്റെ മുഖാടി. ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുഖം അത്. അത് എപ്പോഴും കാണുന്ന മുഖല്ലേ? അത് കാണാനല്ലല്ലോ മഹാപൗർണമി ദർശിക്കാൻ പറഞ്ഞത്. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷൻ ആരാണെന്ന് അറിയാനല്ലേ? അങ്ങനെ ആരെയാ കണ്ടത്? അശ്വിനെ കണ്ടോ? ഏയ്, അശ്വിനെ ഒന്നും കണ്ടില്ല. കണ്ടത് രാജുനെ. രാജുനെയോ? രാജുവിനെ കണ്ടത് ചന്ദ്രനിലല്ല, നിന്റെ പിന്നില്. ഹായ് രാജു. ഹായ് മാഡം. ശരി ശരി, ഇവിടെ നോക്കണ്ട, അവിടെ ചന്ദ്രനെ നോക്ക്. നന്നായി നോക്ക്. നിനക്ക് താലിയും കൊണ്ടുവരുന്ന നവവരനെ കണ്ടുറപ്പിക്കേ. അശ്വിനുമായി ഉറപ്പിച്ച വിവാഹം നടക്കാതെ ഇരിക്കുവോ? നടക്കുമെങ്കിൽ അവിടെ കാണേണ്ടത് അശ്വിന്റെ മുഖമല്ലേ? പക്ഷെ കണ്ടത് രാജുവിന്റെ മുഖം. അപ്പോ രാജു അവിടെ ഋതികെ ഭാവിവരനെ കാണാൻ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് നോക്കിയാലോ? ജോത്സ്യൻ ഋതികയോടല്ലേ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? അപ്പോ നമ്മൾ നോക്കിയ വല്ലതും കാണുമോ? നോക്കാം. നോക്കുന്നതിന് ചെലവൊന്നുമില്ലല്ലോ.
ഇനിയിപ്പോ ചന്ദ്രനെ നോക്കിയിട്ട് എന്നെ കണ്ടെന്ന് ഇവള് പറയും. അതിനു മുമ്പേ സ്ഥലം വിട്ടേക്കാം. നീ ആരെ കണ്ടേ? അത് നീ പറ. ഞാനേ രാജുവിനെയോ കണ്ടേ. രാജു ഈ മഹാപൗർണമിയിൽ തെളിഞ്ഞു വന്നത്. എന്റെ മനസ്സിൽ മുഴുവൻ രാജു. രാജു ഇല്ലാതെ ഞാനില്ല. ചന്ദ്രഭഗവാൻ എന്റെ മനസ്സ് തുറന്നു കാണിച്ചു തന്ന ഈ രാത്രിയില് ആ സന്തോഷം പകത്തുകൊണ്ട് രാജുവിന് ഒരു ട്രീറ്റ് കൊടുത്താലോ? രാജുവിന് ഈ മഹാപൗർണമിയിൽ എന്റെ കൈകൊണ്ട് വെച്ച് ഞാൻ വിളമ്പിക്കൊടുക്കുന്ന ഒരു ട്രീറ്റ് തീരുമാനിച്ചു. ഋതിക മാഡം. ഹലോ, എന്താ മാഡം? എന്താ വിളിച്ചത്? അതെന്താ രാജു അങ്ങനെ ചോദിച്ചത്? എനിക്ക് രാജുവിനെ വിളിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവണോ? ഏയ് ഇല്ല, അങ്ങനെ റീസൺ ഒന്നും വേണ്ട. എന്നാലും വിളിക്കുമ്പോ എന്താ ഏതെന്നൊക്കെ ചോദിക്കണ്ടേ, അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രം. ആ മാഡം പറഞ്ഞു. രാജുവിന് ഒരു ട്രീറ്റ് തരണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഓ സന്തോഷം. എന്ന്? എവിടെ? ഏത് സമയത്ത്? ഇന്ന് ഇവിടെ ഈ സമയത്ത്. അയ്യോ മാഡം, അത് എന്താ രാജുവിന് പേടിയാവോ? എന്തിനു പേടി? ആ എന്നാ വേഗം റെഡി ആയിക്കോ. 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തണം. ആ ഓക്കെ മാഡം. ഡാ ഇപ്പൊ റെഡിയായി ചടയെന്ന് വരും. രാജുവിന് എന്താ കൊടുക്ക? അത് തന്നെ. അല്ല, ഇതാരാ? ഇതെന്റെ ഋതിക മാഡം ആണോ? അതോ ഉർവശി, മേനക, രംഭ, തിലോത്തമ ആ പാർട്ടീസ് വല്ല ആണോ എന്നൊരു സംശയം. എന്നാ രാജു ഉറപ്പിച്ചോ, ഇത് രാജുവിന്റെ ഋതിക മാഡം തന്നെയാ. പക്ഷേ ഞാൻ ആ പഴയ ഋതികയല്ല. രാജുവിനെ വഴക്ക് പറയുന്ന, രാജുവിനെ കുറ്റം പറയുന്ന, രാജുവിനോട് തട്ടിക്കയറുന്ന ആ പഴയ
ഇന്ന് വേണ്ട. വർമ്മ സാറും മറ്റുള്ളവരൊക്കെ ഉള്ള മറ്റൊരു ദിവസമാവാ. പറ്റില്ല, ഇന്ന് വേണം. ഇന്ന് എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ ആ സന്തോഷത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നു, അതും രാജുവിന് വേണ്ടി. അതാണ് എന്റെ ഭയം. സാരമില്ല രാജു, കൂൾ ഡൗൺ. ഞാൻ ആദ്യവട്ട പരീക്ഷ എഴുതി തോറ്റു. ആദ്യമായിട്ട് കാർ ഓടിച്ച് ആക്സിഡന്റ് ആയി. അതുപോലെ ഇന്ന് ആദ്യമായിട്ട് പാചകം ചെയ്യുന്നു. അതെ അതെ, കാർ ഓടിച്ചു കയറ്റിയത് വേറൊരുത്തന്റെ നെഞ്ചത്ത്. ഇപ്പൊ ആദ്യ പാചകം എന്റെ പള്ളക്ക്. മറ്റൊരു ദിവസം പോരെ മാഡം? പറ്റില്ല പറ്റില്ല പറ്റില്ല. രാജു വാ. ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ട് രാജു ഇങ്ങനെ പറയുന്നത്. വാ രാജു, വാ. മാഡം, ഹലോ, എന്താ അമ്മേ? നീ എവിടെയാ? ഞാൻ നേരെ ഫംഗ്ഷൻ എത്തിക്കോളാം അമ്മേ. വേണ്ട, നീ വരണ്ട. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. ഞാൻ ലേറ്റ് ആവില്ല. അമ്മ എത്തുമ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിയിരിക്കും. എടാ, അതല്ല ഋതികയെ ഇന്ന് ഫംഗ്ഷന് വന്നിട്ടില്ല. അവള് വീട്ടിൽ ഒറ്റയ്ക്കാ. ദേ, ഇതൊരു അവസരമാണ്. ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അല്ല, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നീയേ വീട്ടിൽ പോണം ഇപ്പൊ തന്നെ. എന്നിട്ട് അവളും നീയും തമ്മിൽ ബന്ധമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന രീതിയിൽ തെളിവുണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കും അമ്മേ? എന്റെ ദൈവമേ, ദേ, സ്വന്തം മോനോട് ഇതും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായോ? എന്താന്ന് വെച്ചൊന്ന് പറയാമേ. എടാ ചെറുക്കാ, നീ ശ്രദ്ധിച്ചു കേക്ക്. ആ, പറ. മനസ്സിലായോ? ഓവർ കോൺഫിഡൻസ് കാണിച്ച് കൊളമാക്കരുത്. ശരി അമ്മേ, ഇത് ഞാൻ ഏറ്റു. എന്താ മാഡം ഇങ്ങനെ നോക്കുന്നത്? രാജുവിനെ എങ്ങനെ നോക്കിയാലും മതിവരാത്ത ഒരു അവസ്ഥയില ഞാനിപ്പോ. അത് ഏതവസ്ഥയാ മാഡം? ആ അവസ്ഥ രാജുവിനിപ്പോ മനസ്സിലാവില്ല. പതിയെ മനസ്സിലായിക്കോളും. ശരി ശരി, ഏതവസ്ഥയെങ്കിലും ആവട്ടെ. മാഡം ഒന്ന് മാറിയെന്ന്. സലാഡിനെ ഞാൻ അറിയാം. വേണ്ട വേണ്ട, ഇന്ന് രാജു ഒന്നും ചെയ്യണ്ട. എല്ലാം ഞാൻ ചെയ്യാം. ഇന്നൊരു പ്രത്യേക ദിവസാ, അതുകൊണ്ടാ ഈ ട്രീറ്റ്. രാജു അവിടെ പോയിരിക്കും. മാഡം ഇത് എന്തൊക്കെയാ പറയുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്കേ. അവൾ ഒറ്റയ്ക്കാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. നിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. മാഡം, ഞാൻ എടുക്കാം മാഡം. വേണ്ട രാജു, ഇന്നെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. അന്തം വിട്ട് നോക്കണ്ട രാജു, ഇത് ഞാൻ തന്നെയാ. കഴിക്ക്. നല്ല മണം. മണം മാത്രമല്ല, രുചി നല്ലതായിരിക്കും. ദൈവമേ, ആപത്തൊന്നും വരുത്തരുതേ. കാത്തോളണേ. ഇനി അങ്ങോട്ട് ഒരുപാട് ജോലിയുള്ള ദിവസങ്ങളാണേ. കഴിക്ക്.
കുടിക്കോ. വെള്ളം എടുക്കാൻ ഞാൻ